വളരെ ജനകീയനായ നേതാവ്, അവിടുത്തെ എല്ലാ കുട്ടികളെയും എല്ലാ മനുഷ്യരെയും അറിയാവുന്ന ഒരു നേതാവായി റോഷി മാറുകയായിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾ ആ മണ്ഡലം വിട്ടുതരില്ല എന്ന് ജോസഫ് വിഭാഗം പറയുകയും, പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന് മറ്റ് ഗത്യന്തരമില്ലാതെ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. റോഷി അറിയാത്ത ആരും ഇടുക്കിയിലില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് റോഷിക്ക് അനായാസമായി വിജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. കേരള കോൺഗ്രസ് എം ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. 7 തവണ മന്ത്രിയായ ആളാണ് പി ജെ ജോസഫ് എങ്കിൽ പോലും തൊടുപുഴ എന്ന് പറയുന്ന നഗരത്തിന് അതിൻ്റെതായ ഒരു വികസനം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു ഉത്തരം കൂടി അവിടെയുണ്ട്. പി ജെ ജോസഫിനുണ്ടായ അത്രയും വലിയ ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി അപ്പോന് കഴിയില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അവിടെ വരുന്നുണ്ട്. രാജേട്ട നമസ്കാരം. രാജേട്ട, നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന 2 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയിൽപ്പെട്ടിട്ടുള്ള ഇടുക്കി നിയോജക മണ്ഡലവും അതോടൊപ്പം തന്നെ തൊടുപുഴ നിയോജക മണ്ഡലവുമാണ്. ഈ 2 നിയോജക മണ്ഡലങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഈ 2 നിയോജക മണ്ഡലങ്ങളുടെയും നിലവിലത്തെ MLA മാർ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്സുകാരാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിലെത്തുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് റോഷി അഗസ്റ്റിനാണ് ഇടുക്കിയുടെ MLA എന്ന് പറയുന്നത്. കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് മന്ത്രിയായിട്ടും MLA ഒക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ് ശ്രീ പി ജെ ജോസഫ്. പി ജെ ജോസഫിൻ്റെ ഒരു സ്ഥലമാണ്, ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം തൊടുപുഴയിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ സമയവും വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അപ്പു ജോൺ ജോസഫാണ് തൊടുപുഴയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഈ 2 കേരള കോൺഗ്രസ്സുകൾ മത്സരിക്കുന്ന ഈ മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഈ 2 മണ്ഡലത്തിനും ഒരു UDF സ്വഭാവം ഉള്ള മണ്ഡലങ്ങളാണ് നമുക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ തവണ റോഷി അഗസ്റ്റിൻ, അതായത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ റോഷി അഗസ്റ്റിൻ ആദ്യമായി LDFിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അതേസമയം അദ്ദേഹത്തിന് പതിവ് രീതിയിൽ തന്നെ വിജയിച്ച് കയറാൻ വേണ്ടി കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് ഇടുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇടുക്കിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ റോഷി അഗസ്റ്റിൻ നമുക്കറിയാം ഇടുക്കിക്കാരനല്ല, പാലക്കാരനാണ്. അന്ന് യുവാവായിരുന്ന ഇടുക്കിയിൽ ഒട്ടും പരിചിതനല്ലാത്ത യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന റോഷി ഒരു സാധാരണക്കാരനെ പോലെ അവിടെ വന്നിറങ്ങുകയും അവിടെ പൊരുതി ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നിയോഗിക്കുകയായിരുന്നു UDF നേതൃത്വം. അങ്ങനെ അദ്ദേഹം ആ മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. പിന്നീട് നാം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇടുക്കിയിൽ തുടർച്ചയായി റോഷിയുടെ തരംഗമായിരുന്നു. റോഷിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. റോഷിയുടെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നിന്നുകൊണ്ട് ജയിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ വളരെ ജനകീയനായ നേതാവ്, അവിടുത്തെ എല്ലാ കുട്ടികളെയും എല്ലാ മനുഷ്യരെയും അറിയാവുന്ന ഒരു നേതാവായി റോഷി മാറുകയായിരുന്നു. റോഷി പിന്നീട് ഇത്തവണ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയാവുകയും ചെയ്തു. ഒരുപാട് മന്ത്രിമാരുണ്ടാവാത്ത സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ ആദ്യമായി മന്ത്രിയായത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായത് പി ജെ ജോസഫാണ്. പിന്നീട് മന്ത്രിയായത് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് MM മണിയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് റോഷി മന്ത്രിയായി. 3 മന്ത്രിമാരേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഇടുക്കി ജില്ലേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇടുക്കിയിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ റോഷി അഗസ്റ്റിൻ ഏതു വിധേനയും റോഷിയെ തളയ്ക്കണം എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതിനുവേണ്ടി റോഷിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സീറ്റ് വിട്ടുതരണം എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിട്ട് ഉണ്ടായ ഏറ്റവും ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ആ മണ്ഡലം വിട്ടുതരില്ല എന്ന് ജോസഫ് വിഭാഗം പറയുകയും, പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ ജോസഫ് വിഭാഗത്തിന് മറ്റ് ഗത്യന്തരമില്ലാതെ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാവും എന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയല്ല പിന്നീട് സ്ഥാനാർത്ഥിയായി വന്നത് എന്നുള്ളതാണ്. അതായത് 2001 റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ടുള്ള ജോയ് വെട്ടിക്കുഴിയുണ്ട്. ഈ ജോയ് വെട്ടിക്കുഴിയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസിൻ്റെ അടുത്ത് സീറ്റ് ആവശ്യപ്പെട്ടത്. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയ് വെട്ടിക്കുഴിയെ വെട്ടിമാറ്റിയിട്ട് അവിടെ റോയ് കെ പൗലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എടുക്കാച്ചിറക്കിനെ കൊണ്ടേ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവിടെ റോഷി ഇത്തവണയും വിജയം ആവർത്തിക്കും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ ചിലപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് വെറുതെ വാശി കൂടി റോഷിനെ പരാജയപ്പെടുത്തുമെന്നുള്ള വലിയ വീരവാദങ്ങൾക്ക് മുഴക്കി കോൺഗ്രസ് ആ സീറ്റ് കൈയടക്കിയെങ്കിൽ പോലും അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും വരാനില്ല എന്നത് തന്നെയാണ് അവിടെ. ഈ ജോയ് വെട്ടിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം ജോയ് വെട്ടിക്കുഴി അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അദ്ദേഹം ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന ഒരു നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ റോയ് കെ പൗലോസ് പറഞ്ഞാൽ അറിയാം, ഒരു പരാജയപ്പെട്ട ഒരു DCC പ്രസിഡന്റ്
എന്തുകൊണ്ടാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം അത് ഗ്രൂപ്പിൻ്റെ ഇതിൽ ബലിയാടാക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സണ്ണി വെട്ടിക്കുഴി എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ റോഷിയുമായിട്ട് മത്സരിച്ചിരുന്നത് ഫ്രാൻസിസ് ജോർജായിരുന്നു. അദ്ദേഹം പിന്നീട് UDF-ൽ എത്തുകയും UDF-ന് കഴിഞ്ഞ തവണ കോട്ടയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഉന്നതമായ വലിയ വിജയം നേടുകയൊക്കെ ചെയ്തൊരു കാഴ്ച കൂടി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് സ്ഥിരം എതിരാളികളല്ല ഇത്തവണ റോഷിക്കുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ റോഷിയെ അറിയാത്ത ആരും ഇടുക്കിയിലില്ല എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് റോഷിക്ക് അനായാസമായി വിജയിച്ച് കയറി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. കേരള കോൺഗ്രസ് എം ആ സീറ്റ് നിലനിർത്തുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. തൊടുപുഴയിലേക്ക് വരികയാണെങ്കിൽ തൊടുപുഴയുടെ ഒരു ചരിത്രം നമുക്കറിയാം. പാലായിൽ എങ്ങനെയാണോ മാണി സർ അതുപോലെ തന്നെ ഉള്ള ഒരു നേതാവാണ് തൊടുപുഴയിൽ PJ ജോസഫ്. എന്നാൽ പോലും PJ ജോസഫ് ഒരിക്കൽ അവിടെ തോറ്റിട്ടുണ്ട്. 1991 അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി 91 മത്സരിച്ചിരുന്നില്ല. അത്തവണ ഒഴികെ 2001 PT തോമസ് കോൺഗ്രസ് നേതാവായിരുന്ന PT തോമസിനോട് തോറ്റു എന്നുള്ളതാണ്. 2 തവണയാണ് അദ്ദേഹം ആ മണ്ഡലത്തിൽ ജനപ്രതിനിധി അല്ലാതിരുന്നത്. 10 തവണ വിജയിച്ച 70 തൊട്ടിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ വിജയിച്ച് കയറിയ ഒരു നേതാവ് കൂടിയാണ് PJ ജോസഫ്. നമുക്കറിയാം കേരള കോൺഗ്രസ് രൂപീകരണത്തിലുണ്ടായിരുന്ന ഇനി ശേഷിക്കുന്ന വളരെ ഉന്നതനായ ഒരു നേതാവ് PJ ജോസഫ് സാറാണ്. പക്ഷേ PJ ജോസഫ് ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് പകരമായിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അപ്പു ജോസഫ്. പക്ഷേ അപ്പു ജോസഫിനെ കുറിച്ച് ഇവിടെ പറയുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അത്രയൊന്നും പരിചിതമായ ഒരു വ്യക്തിയല്ല അദ്ദേഹം. രാഷ്ട്രീയത്തിൽ തന്നെ അത്ര പരിചിതനല്ല. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം സജീവമായത്. അവിടെ മത്സരിക്കണം എന്നുള്ളത് കൊണ്ടും PJ ജോസഫ് സാറ് റിട്ടയർമെൻറ്റിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളതുകൊണ്ട് ഒരു പകരക്കാരനായിട്ടാണ് ഇദ്ദേഹം അവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് PJ ജോസഫ് സാറിനുണ്ടായിരുന്ന അത്ര സ്വീകാര്യത അപ്പുവിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവിടെ. ഈ അപ്പു ജോണിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പു ജോണിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഡയലോഗുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അപ്പയുണ്ടാക്കിയ പാർട്ടി നശിച്ചു പോകാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്ന ആ ഒരു ഉടമസ്ഥാ ബോധം എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശരിക്കും PJ ജോസഫ് സാറ് റിട്ടയർമെന്റിന്റെ സമയത്ത് ഈ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചില നേതാക്കന്മാർ അവിടെ ഈ സീറ്റിന് വേണ്ടിയുള്ള ചില ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അവർ അസ്വസ്ഥരാണ്. അപ്പോൾ അത്തരം നേതാക്കളുടെ അസ്വസ്ഥത ഒരു ഭാഗത്തുണ്ട്. പിന്നെ മാത്രമല്ല ഈ ദീർഘകാലം ഒരാൾ തന്നെ അവിടെ വിജയിച്ച് കയറിയത് കൊണ്ട് 7 തവണ മന്ത്രിയായ ആളാണ് PJ ജോസഫ് എങ്കിൽ പോലും തൊടുപുഴ എന്ന് പറയുന്ന നഗരത്തിന് അതിൻ്റെതായ ഒരു വികസനം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു ഉത്തരം കൂടി അവിടെയുണ്ട്. ഒരു മലയോര മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്നുള്ള രീതിയിൽ തൊടുപുഴയ്ക്ക് ആ തൊടുപുഴ ലക്ഷ്യമിട്ട ഒരു വികസനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ PJ ജോസഫിനുണ്ടായ അത്രയും വലിയ ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി അപ്പുവിന് കഴിയില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അവിടെ വരുന്നുണ്ട്. എങ്കിൽ പോലും പരാജയപ്പെട്ടു പോകുമോ എന്ന് ചോദിച്ചാൽ പരാജയപ്പെട്ടേ ഇല്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലവായ്പ. ഈ PJ ജോസഫ് സാറ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. PJ ജോസഫ് സാറ് പൂർണ്ണ മനസ്സോടു കൂടിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ അദ്ദേഹം ഈ പുതുയുഗയാത്ര ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം കാസർഗോഡ് നിന്ന് പോയിരുന്നു. അതിനുശേഷം മറ്റു പല UDF-ന്റെ സമരപരിപാടികളിലും വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് PJ ജോസഫ് സാറ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പല പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇല്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മളിവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അതുകൂടാതെ ഈ അപ്പു ജോൺ ജോസഫിൻ്റെ ഭാര്യ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അതായത് വിവാഹം കഴിക്കുന്ന സമയത്ത് അപ്പുവിനോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നു, താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന്. അപ്പോൾ അപ്പു പറഞ്ഞ മറുപടി ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. എന്നൊക്കെയുള്ള രീതിയിലുള്ള അവരുടെ പ്രസ്താവനകൾ ഏത് തരത്തിലാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കുക എന്നുകൂടി പരിശോധിക്കേണ്ടി വരും. ഈ നേതാക്കന്മാരുടെ മക്കള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു പ്രവണതയല്ല എന്നുള്ളത് സത്യമാണ്. അപ്പം ചില നേതാക്കന്മാരുടെയൊക്കെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഈ അച്ഛനേക്കാൾ വലിയ മികവൊക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ വളർന്ന ചരിത്രമൊക്കെ ഉണ്ട്. പല നേതാക്കന്മാർക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എല്ലാ ഓരോ കേരള കോൺഗ്രസിൽ പ്രത്യേകിച്ചിട്ടും ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിനൊക്കെ പിന്നീട് പിൻഗാമികളും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പിൻഗാമി ആവുന്നതിന് മുന്നേ തന്നെ കുറേ ആൾക്കാർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പരമായിട്ടാണ് ഇദ്ദേഹം അങ്ങനെയല്ല എന്നുള്ളതാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ സീറ്റിൽ ലക്ഷ്യമിട്ട് നിന്നിരുന്ന കുറേ നേതാക്കന്മാർക്ക് ഉണ്ടായ നിരാശ ഒരു വലിയ
വിഷയമാവും എന്നുള്ളതാണ്. ഇത് കൂടാതെ തന്നെ സിറിയക് ചാഴികാടൻ അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ തൊടുപുഴയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഈ സിറിയക് ചാഴികാടന് സഭയുമായിട്ടുള്ള ബന്ധം, അതുകൊണ്ട് ജ്ഞാനയക്കാരനാണ്. ജ്ഞാനയ സഭയ്ക്ക് അവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം 8,000-ഓളം വോട്ടുകൾ വരുന്നുണ്ട് തൊടുപുഴയിൽ. ആ വോട്ടുകളുടെ ഒക്കെ ഒരു ഏകീകരണം, അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുമായിട്ട് സിറിയക് ചാഴികാടനുള്ള ബന്ധം, പിന്നെ യുവാവാണ്, നേരത്തെ തുടങ്ങി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നയാളാണ്, പിന്നെ ചാഴികാടൻ എന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണ്. കാരണം ബാബു ചാഴികാടനെയും അതോടൊപ്പം തന്നെ തോമസ് ചാഴികാടനെയും ഒക്കെ നമുക്ക് പരിചിതമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു കുടുംബ പേരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പരിചയവും യുവത്വം, ജ്ഞാനായ സഭയുടെ ആൾ എന്നൊക്കെയുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് മത്സരം കണക്കുവാനായിട്ട് സാധ്യത. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാരണം റോയ് വരിക്കാട്ട് എന്ന് പറയുന്ന ആളാണ് അവിടെ 2020 സ്ഥാനാർത്ഥി. റോയ് വരിക്കാട്ട് ഇതിനു മുമ്പ് 2016 LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൊടുപുഴയിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ റോയ് വരിക്കാട്ട് അവിടെ മത്സരിക്കുന്ന സമയത്ത് റോയ് വരിക്കാട്ടിന് സഭയുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുകൂടാതെ മറ്റു വ്യവസായ സമൂഹങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു ബന്ധം കൂടി പരിഗണിക്കുമ്പോഴത്തേക്ക് ഈ പാലായിൽ നടക്കുന്ന പോലെ തന്നെ ഒരു ത്രികോണ മത്സരമാണ് തൊടുപുഴയിൽ നടക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പരാമർശിക്കേണ്ടിയിരിക്കും. അല്ല, ഇത് ശരിയാണ് സിബി പറഞ്ഞ. പക്ഷേ ഇതിലൊരു ചെറിയൊരു വിഷയം എന്ന് പറയുന്നത് ഈ 2020 അവിടെ എത്രത്തോളം ജനസ്വാധീനം ഉണ്ടെന്ന് വെച്ചാൽ 2020 എന്ന പാർട്ടിക്ക് അവിടെ ജനസ്വാധീനം ഒന്നുമില്ല. അതേസമയം 2020 പർച്ചേസ് ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുക. അവിടെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടത്. ഒരിക്കലും ചിലപ്പോൾ BJP ഒക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അങ്ങനെയൊക്കെ പോയി. പക്ഷേ BJP ഇല്ലാത്ത 2020 എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് നമുക്ക് ഒരു കാര്യം പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള 2020 എന്നുള്ള പാർട്ടിയെ ഈ ഇടുക്കിക്കാരെ അറിയണമെന്നില്ല. തൊടുപുഴയിൽ പ്രത്യേകിച്ചിട്ടും ആളുകൾ അത്തരത്തിലൊരു പാർട്ടിയെ പോലും അറിയില്ലായിരുന്നു എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു ത്രികോണ മത്സരത്തിലേക്കൊന്നും പോകുന്ന ഒരു അവസ്ഥ എന്തായാലും തൊടുപുഴയിലില്ല. പക്ഷേ ഇത് പറയുമ്പോഴും LDFും UDFും തമ്മിലുള്ള മത്സരം കടുത്തതാണ്. കാരണം രണ്ട് കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇടുക്കിയിലും അതുപോലെ തന്നെ തൊടുപുഴയിലായിരുന്നു കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇത്തവണ ഇടുക്കിയിൽ കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പക്ഷേ ഈ തൊടുപുഴയിൽ രണ്ട് കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നെ നമുക്ക് അറിയാം PJ ജോസഫ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായിരുന്നു, പിന്നീട് വിട്ടുപോവുകയും പിന്നീട് ഐക്യ കേരള കോൺഗ്രസിന്റെ ഭാഗമായി വീണ്ടും വന്ന് കേരള കോൺഗ്രസ് എമ്മിൽ ചേരുകയും പിന്നീട് വാണിസാറിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായും കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള ഈ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ തന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിന് അന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ തൊടുപുഴയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്നും കൂടി നമ്മളിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് LDFിലും UDFിലും നിന്ന് മന്ത്രിയാവുകയും IK നായനാർ മന്ത്രിസഭയിലും അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും കരുണാകരൻ മന്ത്രിസഭയിലും ആന്റണി മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലൊക്കെ മന്ത്രിയായിരുന്ന ആളുകൂടിയാണ് PJ ജോസഫ്. ചിലപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയേറെ എല്ലാ മുന്നണിയിലെയും മന്ത്രിസഭയിലൊക്കെ അംഗമാവുവെക്കാനൊക്കെ കഴിഞ്ഞ ഒരു നേതാവ് മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ PJ ജോസഫ് ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറക്കിയത് അദ്ദേഹത്തെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി തന്നെയായിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് അപ്പു ജോസഫ് തോൽക്കുമെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ മത്സരം കടുത്തതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും.